നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അവന്റെ ആ നിലവിളിയൊച്ചയിൽ കഴുക്കോലിൽ രഹസ്യമായി തൂങ്ങിക്കിടന്ന കടവാവലുകൾ ഉച്ചത്തിൽ കൂവി വിളിച്ചുകൊണ്ട് ആകാശത്തേക്ക് പറന്നുയർന്നു. പടിപ്പുരക്ക് പുറത്ത് വിഷ്ണുവിനെ കാത്തുന്നവർ ദൂരെ കാണുന്ന തറവാടിന് മുകളിലൂടെ വാവലുകൂട്ടം പറന്നുവരുന്നു. ഒപ്പം അവ്യക്തമായ നിലവിളിയൊച്ചയും കേട്ട് അങ്ങോട്ടേക്ക് ഓടി. അലറി വിളിച്ചുകൊണ്ട് വിഷ്ണു മുന്നോട്ടേക്ക് കുതിച്ചു. ഞൊടിയിടയിൽ കാലുവഴുതി കുളത്തിലേക്ക് പതിച്ചു അവൻ. താമരവള്ളികളെ കെട്ടിപ്പുണർന്ന അയാൾ അവയുടെ പൂക്കൾക്ക് തുണയായി. ഭയപ്പെടേണ്ട, നിനക്ക് ഞാനുണ്ടെന്ന് താമരക്കുളം അയാളോട് പറയാതെ പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് ഒരു വട്ടം പൊന്തി. പാതയിൽ പിടിമുറുക്കി ഉയർന്നു. തൊട്ടുമുന്നിൽ അവൾ തലചരിച്ച് തന്നെ തുറിച്ചു നോക്കുന്നു. ചുണ്ടിൽ വികൃതമായ നീളൻ പുഞ്ചിരി. ഭയന്നിറച്ച് അവൻ കൈകൾ ഉയർത്തി സ്വയം ദൂരേക്ക് തെറിച്ചു വീണു. കാലുകൾ തളരുന്നു. കാഴ്ച മങ്ങുന്നു. ശരീരത്തിന്റെ ഓരോ നാടിയിലും സൂചി കുത്തിക്കയറ്റിയ വേദന. കണങ്കാലിലെ അസഹ്യമായ തരിപ്പ് ശരീരത്തെ മുഴുവൻ ഒരുപോലെ ബാധിച്ചു. ആഴങ്ങളിലേക്ക് പോവാൻ തുടങ്ങിയതും വലിച്ചിഴക്കും പോലെ എന്തോന്ന് തന്നെ വേഗത്തിൽ കൊണ്ടുപോകുന്നവൻ അറിഞ്ഞു. അതവനെ പടവുകളിലേക്ക് എറിഞ്ഞു. ഓർമ്മകളുമായി മുമ്പ് കണ്ടതൊക്കെയും മനഃപ്പാടമാക്കിയവൻ. വിഷ്ണു, വിഷ്ണു, ഡാ! ആരുടെയൊക്കെയോ നിലവിളിയും ചുറ്റും നിഴൽ പോലെ കാണുന്ന രൂപങ്ങൾ. എന്താടാ, എന്താ പറ്റിയേ? വെപ്രാളപ്പെട്ട് ചോദിക്കുന്നവരോട് പറയാൻ 100 കൂട്ടമുണ്ട്. പക്ഷേ നാവ് പൊന്തുന്നില്ല. അവള്, എന്റെ അവള്. അതിനപ്പുറം വിഷ്ണുവിന്റെ കഥ ആരും കേട്ടില്ല. വിഷം തീണ്ടിയിരിക്കുന്നു. കൂട്ടത്തിലുള്ള ഒരാൾ അവന്റെ കണങ്കാൽ നോക്കി ഉറക്കി വിളിച്ചു പറഞ്ഞു. ആരോ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി നോക്കി. അതെ, കരിനീല നിറത്തിൽ വീർത്ത് ചോര പൊടിയുന്ന കാലിൽ ആഴ്ന്നിറങ്ങിയ 2 ചുവന്ന കുത്തുകൾ. മനസ്സുപോലെ നിറം മാറിയ മനുഷ്യ ശരീരം. അവനെ എടുത്തുയർത്തി അവർ പുറത്തേക്ക് ഓടി. പണിക്കാരെ തിരികെ കൊണ്ടുപോകാൻ വലിയ നമ്പൂരി അയച്ച കാറ് അപ്പോഴേക്കും പടിപ്പുരക്ക് പുറത്തെത്തിയിരുന്നു. വിഷ്ണുവിനെ താങ്ങിയെടുത്ത് കാറിൽ കയറ്റി. അവർക്ക് നോക്കി ഭാർഗവൻ നായർ അതിശയിച്ചു നിന്നു. തുളസി തൂണിന്റെ മറവിൽ പതുങ്ങി നിന്നു. ഭദ്ര മുകളിൽ നിർവികാരിയായി നോക്കി നിന്നു. പണിക്കാർക്ക് സ്നേഹോപഹാരം കൊടുക്കാൻ കുപ്പിയുമായി വന്ന ശശിധരനും മുകുന്ദനും ബൈക്കിൽ നിന്ന് ചാടിയിറങ്ങി. കാര്യമറിഞ്ഞപ്പോൾ ശശിധരന്റെ മനസ്സിൽ വെള്ളിടി വെട്ടി. കാറ് ചീറിപ്പാഞ്ഞു പോയി. അവരറിയുന്നില്ല ഉയിര് വേർപ്പെട്ട ഉടലുമായിട്ടാണ് അവർ പരക്കം പായുന്നതെന്ന്. വിഷ്ണു അപ്പോഴും കുളക്കടവിൽ എവിടെയോ ഒറ്റയ്ക്കിരുന്ന് തേങ്ങുന്നുണ്ടാവും അല്ലേ? നനച്ചിരിക്കാതെ വന്ന ദുർവിധി ഓർത്ത് വല്ലാതെ ഭയപ്പെട്ടു പോയിരുന്നു ഭാർഗവൻ നായർ. ആ വയസ്സിന്റെ ഉള്ളു കിടന്ന് പിടഞ്ഞു. രാമാനുജന്റെ മരണശേഷം മറ്റൊരു ദുർമരണ ഈ തറവാട്ടിൽ ഉണ്ടായിട്ടില്ല. ഇതുപോലൊരു ദിവസം. കാറും കോളും മൂടിക്കിടന്ന അന്തരീക്ഷം. ഭദ്രപ്രസവ വേദനയിൽ പൊളഞ്ഞ ദിവസം. നീലാംബരി എന്ന പെൺകുഞ്ഞ് പിറവിയെടുത്ത ദിവസം. നേരം വെളുത്തപ്പോൾ രാമാനുജന്റെ വിഷം തീണ്ടിയ ശവശരീരം കുളപ്പടവിൽ മരവിച്ച് കിടന്നു. കുളപ്പടവിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വിഷസർപ്പത്തെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഇത്രയും വർഷക്കാലം ഒരു സർപ്പത്തിന് ഇരയേക്കാത്ത് പമ്മിരിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? പണിക്ക് വന്നവൻ അതേ സർപ്പമായിരിക്കും അപകടത്തിൽ പെടുത്തിയിട്ടുണ്ടാവുക. ശശിധരന് തികഞ്ഞ മൗനമായിരുന്നു. ഉള്ളുകിടന്ന് പിടക്കുന്ന അയാൾ മാത്രം അറിഞ്ഞു. ഈ കൊല്ലം എന്തോ നടക്കാൻ പോകുന്ന പോലെ. മുൻപൊരിക്കലും തോന്നാത്തത്രയും ഭയം. അയാൾക്ക് വല്ലതും പറ്റിയിട്ടുണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ വല്യമ്പൂരിയുടെ കോപത്തിന് പകരം കൊടുക്കേണ്ടി വരുന്നത് എന്താവും? ഞാനൊന്ന് പോയി നോക്കട്ടെ. മുകുന്ദൻ ആളാവാൻ ശ്രമിച്ചു. എവിടെ? ശശിധരൻ നെറ്റി വിളിച്ചു. അല്ല, ആ പാമ്പിനെ കണ്ട പുലിനെ ഞാൻ അങ്ങ് തല്ലിക്കൊല്ലും. പോയി നോക്കട്ടെ. മുകുന്ദന്റെ വർത്താനം കിട്ടി ശശിധരന് ദേഷ്യം വന്നു. നിന്നെയും ആ പണിക്കാരൻ്റെ ഒപ്പം തെക്കോട്ട് എടുക്കാറായി എന്നാ തോന്നുന്നത്. അതിന്റെയാ നിന്റെ ഈ നെകളിപ്പ്. അപ്പോ അയാൾക്ക് എന്തെങ്കിലും പറ്റുമോ ശശിധര? ശശിധരൻ നായരുടെ സംസാരം കേട്ടിട്ട് ഒരു പിടപ്പോടെ ഭാർഗവൻ നായർ ചോദിച്ചു. പിന്നെ പറ്റാതെ മുറ്റിയാനാ ആ സർപ്പം. എത്ര കാലായി. എന്നിട്ട് ഇപ്പോഴത് അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ ദർശനം മതി നമ്മൾ ചത്തുമലക്കാൻ. ആ വിഷ്ണുവിന്റെ കാലൊന്ന് കാണണമായിരുന്നു. മന്ത് പിടിച്ച പോലെ നീരി ചൂരി. ഹോ, വല്ലാത്തൊരു കാഴ്ച. ആ ഉണക്കപ്പാമ്പിന്റെ സുവിശേഷം പറയാൻ തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞു അതിനെ. അല്ല പിന്നെ നാളെ കാവലിന്ന് പയ്യന്മാരിറക്കും ഞാൻ. എന്നെ തടയാമെന്നാ അച്ഛനാണെന്ന് നോക്കില്ല. പൂജയോ കോപ്പോ എന്ത് നടന്നാലും ഇല്ലെങ്കിലും 2 ദിവസത്തിനുള്ളിൽ നീലാംബരിയോടെ എത്തിയിരിക്കണം. അതും പറഞ്ഞ് ചാണിത്തുള്ളി മുകുന്ദൻ പുറത്തേക്ക് പോയി. അതിന് നീലാംബരി വരണം പോലും. ദൂരെ മാറി നിന്ന് സിഗരറ്റിന് തീ കൊളുത്തുന്ന മുകുന്ദനെ നോക്കി ശശിധരൻ പോക്കറ്റിൽ നിന്ന് ഫോൺ കയ്യിലെടുത്തു. ദത്തൻ വിചാരിച്ചാൽ മാത്രമേ ഇനി മുകുന്ദനെ തളക്കാൻ കഴിയുമെന്ന് ശശിധരൻ അറിയാം. അയാൾ ഫോൺ കയ്യിലെടുത്ത് ദത്തന്റെ നമ്പർ ഡയൽ ചെയ്തു. 2-3 ഫോട്ടോ സെഷൻ കഴിഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ ബിക്കിനിട്ട് നീന്തി തുടിക്കുകയാണ് ചൈതന്യ ആവണിയും. രണ്ടിന്റെയും കോലം കണ്ട് കാവ്യ പള്ളിയരിച്ചു. ഇത്രയും ആണുങ്ങൾ നോക്കിൽക്ക് 2 നൂലും ചുറ്റി 2 കൂടി വെള്ളത്തിൽ കുത്തിമറിയുന്നു. കാവ്യക്ക് സ്വയം നാണക്കേട് തോന്നി. ചൈതന്യം മെലിഞ്ഞ ശരീരപ്രകൃതമാണ്. എന്നാൽ ആവണിയോ തടിച്ചു കൊഴുത്ത ശരീരത്തിന് ചേരാത്ത ബിക്കിനി. പെട്ടെന്ന് പുറകിൽ നിന്ന് ആരോ കാവ്യയുടെ കണ്ണുകുത്തി. കൈയ്യട് കിരൺ, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാനാണെന്ന് നിനക്കേനെ മനസ്സിലായി? കിരൺ അതിശയത്തോടെ അവളെ കണ്ണിൽ നിന്നും കൈമാറ്റി കാവ്യ നോക്കി ചോദിച്ചു. നിന്റെ ഈ കൂറ പെർഫ്യൂം സ്മെൽ ഇവിടെ ആർക്കും അറിയാത്ത? കാവ്യ വലിയ മൈൻഡില്ലാത്ത പോലെ പറഞ്ഞു. ഓഹോ, അപ്പൊ ചേട്ടന്റെ സ്മെല്ലൊക്കെ മോൾക്ക് തിരിച്ചറിയാലേ? അതെങ്ങനെയാ? വല്ലാത്തൊരു കുസൃതി ചിരിയോടെ കിരൺ കാവ്യയുടെ അടുത്തേക്ക് ചേർന്ന് വന്നു. ആളവനെ നെഞ്ചത്ത് കൈവച്ച് തടഞ്ഞുകൊണ്ടൊന്ന് ചുറ്റും നോക്കി.
പൂളിൽ ആവണിയും ചൈതന്യം കിടന്ന് കുത്തി മറിയുന്നുണ്ട്. പിന്നെ 2 കസേരയിലായി ലൂക്കയും പ്രേമും ഇന്നത്തെ ഫോട്ടോസ് ചെക്ക് ചെയ്യുകയാണ്. നീല കോഫി എടുക്കാൻ പോയതാണ്. മറ്റു സ്റ്റാഫുകളെല്ലാം വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിൽ ഔട്ട് ഹൗസിലേക്ക് പോയി. ഒന്ന് മാറിയിക്ക് കിരൺ. ചുറ്റും നോക്കി പിടപ്പോടെ അവൾ അവനെ പിടിച്ച് തള്ളി. കിരൺ അവളുടെ കയ്യിൽ പിടുത്തമിട്ട് അവന്റെ അടുത്തേക്ക് വലിച്ചടുപ്പിച്ചു. അവൾ അവനെ നെഞ്ചത്തിടിച്ചു നിന്നു. നിനക്ക് എന്താ കിരൺ, വട്ടായോ? ഒന്ന് വിട്ടേ. അവൾ കിടന്ന് കുതിരി. ഇപ്പൊ വിടാൻ പറ്റില്ല. നിനക്ക് എന്താണ് ഇത്ര ബലം പിടുത്തം? ഇന്ന് കുടയും പിടിച്ച് ഒരേ നിൽപ്പ് നിന്നുകൊണ്ടാണോ? അവളൊന്നും മിണ്ടിയില്ല. പറയടി. കാവ്യനെ തുറിച്ചു നോക്കി. ഓ നോക്കണ്ട, ഞാൻ പിടിവിട്ടു. അവനവളുടെ കൈവിട്ട് കുറച്ച് മാറി നിന്നു. ഡീ നീ വിഷമിക്കണ്ട, നാളെ നീ ജ്യൂസ് അപ്ലൈ ചെയ്തോ. നാളെ എന്റെ പെങ്ങൾക്ക് പണിയെടുക്കാം. നീലക്കൊച്ച് കുട പിടിക്കട്ടെ. കിരൺ ഗഹനമായി ചിന്തിക്കും പോലെ പറഞ്ഞു. എന്തൊരു സ്നേഹമുള്ള ആംഗ്ല. സത്യം പറ, കഴിഞ്ഞു തരുമ്പോ നിങ്ങൾ ശരിക്കുള്ള ആംഗ്ലയും പെങ്ങളും തന്നെ ആയിരുന്നോ? ആ. കിരൺ കൈമലർത്തി. എന്നിട്ട് പൂളിലേക്ക് നോക്കി അവൻ വായ തുറന്നു. വാവ്, പോയിക്കോളും, വായി നോക്കി. കാവ്യ കിരണിനെ പിടിച്ച് തള്ളി. അപ്പോഴേക്കും വീട്ടിൽ പോകാൻ തയ്യാറായി. ബാക്കി സ്റ്റാഫുകളെല്ലാം വന്നിരുന്നു. നിങ്ങൾ വരുന്നില്ലേ? ഡാലിയ കാവ്യയോട് ചോദിച്ചു. കിരൺ കൊണ്ടാക്കാന്ന് പറഞ്ഞു. ചൈതന്യ മേടത്തെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യാൻ പോകും. അപ്പൊ ഞങ്ങളെ ഹോസ്റ്റലാക്കി തരാന്ന് പറഞ്ഞു. ഡാലിയ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഡാലിയ, അശ്വിനാണ്. ഡോ എന്തെങ്കിലും ബൈക്കുണ്ട്, താൻ വരുന്നോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഡാലിയ കാവ്യ നോക്കി ചിരിച്ചുകൊണ്ട് അശ്വിന്റെ കൂടെ പോയി. കിരൺ ലേറ്റ് ആണെങ്കിൽ ഞങ്ങളും പൊക്കോട്ടെ. ആ പണ്ടാരത്തിന് നീരാട്ട് കഴിഞ്ഞിട്ടില്ല. ഇനി എപ്പോഴാ? മണി 6 കഴിഞ്ഞു. കാവ്യ പൂളിലേക്ക് നോക്കി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ ചോദിക്കാം. ഏയ് ചൈതന്യ, കാവ്യ ചോദിക്കാ നിന്റെ നീരാട്ട്. അപ്പോഴേക്കും കാവ്യ കിരണിന്റെ വായ പൊത്തി. പന്ന ഡാഷ് മോനെ ഒറ്റി കൊടുക്കുന്നോ? കിരൺ ആ തക്കതിന് കാവ്യയുടെ കയ്യിലൊന്ന് കടിച്ചുകൊണ്ട് നാവിനാൽ ഒഴിഞ്ഞു. അയ്യേ. അവന്റെ വായിൽ നിന്ന് കൈയെടുത്ത് അവൾ അവന്റെ തുപ്പൽ അവന്റെ തന്നെ ഉടുപ്പിൽ തേച്ചു. അവളെ തടയുന്നതിനിടയിലും കിരൺ കുടുകുടെ ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ഒന്ന് ഫ്രഷായി ജാൻ അവിടേക്ക് വന്നിരുന്നു. നോക്ക്, കുളിച്ച് സുന്ദരനായിട്ട് ഒരുത്തം വരുന്നു. എല്ലാ പെമ്പിള്ളേരും വഴിതെറ്റിക്കാൻ കഴിയില്ലാത്ത ബനിയനിട്ട് മസിലും കാട്ടി വരിക തിണ്ടി. ബ്ലാക്ക് സ്ലീവ്ലെസ് ബനിയനും ബ്രൗൺ ചോക്കറും ധരിച്ച് ഫോണിൽ നോക്കി വരുന്ന ജാനിനെ കാണാൻ കിരൺ പറഞ്ഞു. പറയാതിരിക്കാൻ വയ്യ കിരൺ, ഒടുക്കത്തെ ഗ്ലാമർ തന്നെയാ. നീ നോക്കൂ, ഇപ്പൊ ഒരു സീൻ ഇവിടെ നടക്കും. കാവ്യ കിരണിന്റെ തോൾ കൈ വെച്ച് രഹസ്യം പറയും പോലെ പറഞ്ഞു. കാവ്യ പറഞ്ഞു തരുന്നില്ല. പൂളിൽ കിടന്ന ബിക്കിനിട്ട തവളകൾ പൂളിന്റെ റെയിലിങ്ങിൽ പിടിച്ച് കയറി നിലത്തായിരുന്നുകൊണ്ട് വെള്ളത്തിൽ കാലിട്ട് കളിക്കാൻ തുടങ്ങി. കണ്ണുകൾ നടന്നു വരുന്ന ജാന്റെ മേലായിരുന്നു. ജാൻ നേരെ വന്ന് പൂളിന് നേരെ ഓപ്പോസിറ്റുള്ള ചെയറിലായിരുന്നു. തൊട്ടുമുന്നിൽ ആവണിയും ചൈതന്യയും അവന്റെ ഇരുത്തം കണ്ട് അടക്കി ചിരിച്ചു. അവരുടെ മനസ്സിൽ ജാൻ അവരെ കാണാൻ വന്നിരുന്നതായിട്ടാണ് തോന്നിയത്. ആവണിക്ക് സ്വയം മതിപ്പ് തോന്നി. ബിക്കിനി ദേശീയ വേഷമാക്കിയാലോ എന്ന് പോലും ഒരു വേള അവൾ ചിന്തിക്കാതിരുന്നില്ല. പക്ഷേ ജാൻ ഇതൊന്നും ശ്രദ്ധിച്ചു പോലുമില്ല. ഫോണിൽ നോക്കി അങ്ങനെ ഇരിപ്പാണ്. കാവ്യ ആ കാഴ്ച കണ്ട് ആകെ ചൂളിപ്പോയി. കാവ്യയുടെ മുഖത്ത് ജാനെ നോക്കുമ്പോൾ തെളിയുന്ന ദേഷ്യഭാവം മനസ്സിലാക്കിയ കിരൺ അവളോടായി പറഞ്ഞു. ഡീ പെണ്ണേ, ഞാൻ അവന് കഴിഞ്ഞ 6 മാസം വരെ അമേരിക്കയിലായിരുന്നു. ശരിക്കും ഒരു 3 മാസമായിട്ടാ കേരളത്തിൽ സ്ഥിരമായിട്ട് താമസിക്കുന്നത്. ഇതുപോലെ പല സൈസിലുള്ളതിന് ഇതിനേക്കാൾ കടുത്ത കോലത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോഴാ ഈ ഓളുമാരുടെ ഒരു ബിക്കിനി ഷോ. നിനക്ക് ജാനെ അറിയാൻ പാടില്ലായിട്ടാ. അവന്റെ വീക്ക്നെസ് ബിക്കിനി അല്ല മോളെ. അല്ലേ പിന്നെന്താ? കാവ്യ കണ്ണുമീഴ്ച ചോദിച്ചു. സാരി, പിന്നെ വേറെ ഡ്രസ് ഉണ്ടല്ലോ, ഈ നാട്ടിൻപുറത്തെ പിള്ളേരൊക്കെ ഇടുന്നത്. എന്നതിന്റെ പേര്? കിരൺ താടി ഒഴിഞ്ഞോണ്ട് ആലോചിച്ചു. പട്ടുപാവടയാണോ? ആ, അതുപോലെ തന്നെയാ. പിന്നെ സാരി പോലെ എന്തോ ചുറ്റി വെച്ചിട്ടുള്ള ഈ പഴയ സിനിമകളിലൊക്കെയുള്ള ഇപ്പോഴും ട്രെൻഡ് തന്നെയാ. ധാവണിയാണോ? കിരൺ പറയുന്ന കേട്ട് കാവ്യ പെട്ടെന്ന് തന്നെ ചോദിച്ചു. അയ്യോ യാ, ധാവണി. അവൻ അതൊക്കെ കൊടുത്ത നാടൻ പെൺപിള്ളേരെ ഇഷ്ടം. ഓഹോ, സ്വയം മോഡേണായി ജിമ്മൻ ബോഡിയും കൊണ്ട് നടന്നിട്ട് കെട്ടുന്ന പെണ്ണ് നാടനായിരിക്കണം. ഇതേ എടുത്ത നീയായ? എടി പൊട്ടിയ അങ്ങനെയല്ല. ജാൻ അവിടെ പോയിരുന്നപ്പോൾ നിന്റെ ഭാവം കണ്ടിട്ടാ ഞാൻ പറഞ്ഞു. ധാവണി ഇഷ്ടമാണെന്ന് കരുതി ആരെങ്കിലും ഡെയിലി ധാവണി ചുറ്റി നടക്കുമോ? അവൻ എത്ര മോഡേണായാലും അവൻ്റെ ഉള്ളിൽ കുറച്ച് കേരള തനിമ ഒളിഞ്ഞെടുക്കുന്നുണ്ട്. അതായത് രമണ, അവൻ അസലായിട്ട് പാടും. നിനക്കറിയോ, നമ്മുടെ മലയാളം പാട്ടൊക്കെ സൂപ്പറായിട്ട് പാടും. പിന്നെ ദേഷ്യം വന്ന പച്ച മലയാളത്തിൽ നല്ല പച്ച തെറി വിളിക്കും. നിനക്കറിയോ? അറിയൂടി, അറിയോന്ന്. അതും പറഞ്ഞ കാവ്യെ കൊഞ്ചിച്ചുകൊണ്ട് അവിടെ കവളിൽ കിരൺ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തി. പട്ടി, ഞാനെങ്ങനെ അറിയാനാ? എന്റെ അച്ഛനല്ല അവന്റെ അച്ഛൻ. അപ്പോഴാണ് നീല കയ്യിൽ വീണ്ടും ട്രേയുമായി അവിടേക്ക് വരുന്നത്. അയ്യോ, എന്റെ കൊച്ചായത് ദൂരെ തിരികെ വെച്ചില്ലല്ലോ. പെണ്ണ് രാവിലെ എടുത്ത ട്രേയാ. കിരൺ പറയുമ്പോൾ തന്നെ നീല കാവ്യക്കും കിരണിന് നേരെ കോഫി ട്രേ നീട്ടി. തൊട്ടുമുന്നിൽ പൂളിന്റെ കരയിലിരിക്കുന്ന നഗ്നസുന്ദരിമാരെ പ്രേതത്തെ കണ്ട പോലെ നില നോക്കി. അവർക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ജാനയെ ഒന്ന് തുറിച്ചു നോക്കിയവൾ അത് കാണാൻ കാവ്യ പൊട്ടി വന്ന് ശരിക്ക് അടിച്ചമർത്തി. കിരൺ പറഞ്ഞ ജാന്റെ സുവിശേഷം ഒരിക്കൽ കൂടി പറയേണ്ടി വരുമെന്ന് കാവ്യ ഓർത്തു. ആവണിക്കും ചൈതന്യക്കും കോഫി കൊടുത്ത് അവൾ ജാന്റെ അടുത്തേക്ക് വന്നു. സർ, കോഫി. കോഫിയുമായി മുന്നിൽ നിൽക്കുന്നവളെ ജാൻ മുഖമുയർത്തി നോക്കി. അവളുടെ മുഖം കടന്നിൽ കുത്തിയ പോലെ വീർത്തിരിക്കുന്ന കാണെ ജാൻ പുരികമെന്ന് ചുളിച്ചുകൊണ്ടാണ് ട്രേയിൽ നിന്ന് കോഫി എടുത്ത്
കാവ്യയും കിരണും ലൂക്കയുടെയും പ്രേമിന്റെ അടുത്തേക്ക് പോയി. നെറ്റിയും ചുളിച്ചു കയറ്റി വെച്ച കാലും വിറപ്പിച്ചിരിക്കുന്നവന്റെ നോട്ടം കോഫി കപ്പ് കളക്ട് ചെയ്യുന്ന നീലാംബരിയിൽ ഉടക്കി നിന്നു. അവനിൽ അകാരണമായ ഒരു തരം അസ്വസ്ഥതയുണ്ടായി. ലൂക്കയുടെയും പ്രേമിന്റെയും ഒക്കെ കയ്യിൽ നിന്നും നില കോഫി കപ്പ് തിരികെ വാങ്ങി ട്രേയിൽ വെക്കുകയാണ്. കാവ്യ അവളെ സഹായിക്കുന്നുണ്ട്. കാവ്യ ജാന്റെ അടുത്തേക്ക് നടന്നപ്പോൾ നീല പൂളിന്റെ അടുത്തേക്കാണ് പോയത്. ലീവ് ഇറ്റ് കാവ്യ, നിങ്ങൾക്ക് ടൈമായില്ല പോവാൻ. ജാൻ കുടിച്ച കപ്പ് എടുക്കാൻ കൈനീട്ടി കാവ്യവൻ തടഞ്ഞു. ചൈതന്യമേടത്ത് ഹോട്ടൽ റൂമിലാക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാന്ന് കിരൺ പറഞ്ഞു. അതാ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. കാവ്യ പറയുന്നിട്ട് ജാൻ കിരണിനെ നോക്കി. കിരണിന് ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലെന്ന് അവന് തോന്നി. അവനെപ്പോഴും എല്ലാവരും തമാശയാണ്. ദേഷ്യത്തോടെ ജാൻ കിരണ് നോക്കി ഉറക്കി വിളിച്ചു. കിരൺ! കിരൺ എന്താന്നർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. ദർ ഈസ് എ ചാൻസ് ഓഫ് റെയിൻ. ഇവരെ പെട്ടെന്ന് ഹോസ്റ്റലാക്കിയേക്കും. അവനൽപ്പം ഗൗരവത്തിൽ ഉത്തരവാദിത്തത്തോടുകൂടി കിരണിനെ നോക്കി പറഞ്ഞു. കിരൺ ചൈതന്യയാണ് നോക്കിയത്. അപ്പോഴും നനഞ്ഞ ബിക്കിനി ഭൂതങ്ങൾ കോഫി ആസ്വദിക്കുകയാണ്. നീലാംബരി കോഫി കപ്പിനായി കാത്തു നിൽക്കുന്നു. കാവ്യക്ക് ദേഷ്യം വന്നു. കയ്യിൽ കിട്ടിയ കപ്പുമായി അവൾ വേഗം ഔട്ട് ഹൗസിലേക്ക് നടന്നു. കിരൺ കാറിന്റെ കീ എടുക്കാൻ മാൻഷനിലേക്ക് പോയി. ജാൻ ദേഷ്യത്തോടെ നിലയം നോക്കി. അവൾ ആകാശത്തേക്കൊക്കെ നോക്കുന്നുണ്ട്. സന്ധ്യയായി, എങ്കിലും അതിനേക്കാൾ ഇരുളും. ജാൻ സാർ പറഞ്ഞാലും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഓർത്തുകൊണ്ട് ജാനെ നോക്കിയവൾ ഇടുപ്പിൽ കൈകുത്തി അവളെ തുറിച്ച് നോക്കിയാണ് അവൻ. നിലക്ക് മുട്ടിവറക്കാൻ തുടങ്ങി. ഈ ഒരു മനുഷ്യൻ ജാൻ സാർ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാനെന്താ അതിന് മാത്രം ചെയ്ത്? പോകാൻ സമയമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുകൊണ്ടാണോ എന്തോ? ഞാനെന്ത് ചെയ്യാനാ? ഇവർ കോഫി അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റൂ. ഇവർ കുടിച്ച കപ്പ് പിന്നെ ജാൻ സാർ കഴുകി വെക്കുമോ? അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് മുഖം കുനിച്ചു. പെട്ടെന്നാണ് മഴ പെയ്ത്. ഒപ്പം ഒരു കൊള്ളിയാനും. അതിനോടൊപ്പം തന്നെ ചെറിയൊരു ഇടിമുഴക്കവും ഉണ്ടായി. നില ആകെ നിന്ന് പരിങ്ങി. താൻ നനയുകയാണ്. ആവണിയും ചൈതന്യയും കോഫി കപ്പ് നിലത്ത് വെച്ച് പൂളിൽ നിന്നും കയറി അവളെ പുച്ഛിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് കപ്പെടുക്കാൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ നിലയുടെ കാലിന് കുറുകെ ആവണിയുടെ കാല് വെച്ച് തടഞ്ഞു. അതേസമയം കാല് വഴുതി നില പൂളിലേക്ക് വീണു. ആവണിയും ചൈതന്യയും മഴയത്ത് ഒന്നുറിയാത്ത ഭാഗത്തിൽ ഓടി ഔട്ട് ഹൗസിലേക്ക് പോയി. രണ്ടുവട്ടമൊന്ന് മുങ്ങിപ്പൊങ്ങി നില. കഴുത്തൊപ്പമേ വെള്ളമുള്ളുവെങ്കിലും നിലത്ത് ചവിട്ടി നിൽക്കാൻ കഴിയാതെ അവൾ ഉയർന്നു പൊങ്ങി കമിഴ്ന്നു പോകുന്നു. വല്ലവിധനെയും പൂളിന് മുകളിൽ പിടുത്തം കിട്ടി. പക്ഷെ പൂളിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പിനടുത്തേക്ക് നടക്കണമെങ്കിൽ പൂള് മുഴുവൻ നീന്തി അപ്പുറത്തെത്തണം. മഴ നല്ലപോലെ പെയ്യുന്നുണ്ട്. പെട്ടെന്നൊരു കൈ അവൾക്ക് നേരെ നീണ്ടു വന്നു. തൊട്ടു മുന്നിൽ വന്നിരുന്ന ചെറുചിരിയോടെ അവൾക്ക് നേരെ കൈ നീട്ടുകയാണ് ജാൻ. അവൾക്ക് ആശ്വാസം തോന്നി. അവൾ അവന്റെ കൈയിലേക്ക് കൈ ചേർത്തു. അവൻ ആ കൈയിൽ പിടിമുറുക്കിയെങ്കിലും അവളെ മുകളിലേക്ക് ഉയർത്തിയില്ല. അവളൊരു സംശയത്തോടെ ജാന്റെ മുഖത്തേക്കും അവൻ പിടിച്ച കൈയിലേക്കും മാറി മാറി നോക്കി. ഓ സോറി നില, ഇയാൾക്ക് ഞാൻ ബോഡി ടച്ച് ചെയ്യുന്ന ഇഷ്ടമല്ലല്ലോ. ഇവിടെയാണെങ്കിൽ നല്ല ഡാർക്ക്നെസ്സും ഉണ്ട്. ഞാൻ ആരാന്ന് ഇയാൾ പറഞ്ഞു? ഇരുട്ടിൽ പതുങ്ങിയിരുന്നു അനുവാദം ഇല്ലാതെ എന്താ പറഞ്ഞു? പകരം വീട്ടാൻ പറ്റിയ അവസരം. നിലവല്ലാത്ത ശമ്മിയെ ചിരിച്ചു. അത് പിന്നെ സാർ, ഞാൻ അങ്ങോട്ട് കയറി വന്നിട്ട് മറുപടി അറിഞ്ഞാൽ പോരെ? മഴ അല്ല മഴയും ഇടിയും. പറഞ്ഞു കഴിഞ്ഞില്ല. പെട്ടെന്ന് അടുത്ത മിന്നലും ഇടിയും ഉണ്ടായി. അവൾ പേടിയോടെ മറുകൈ കൊണ്ട് മുഖം പൊത്തി. അവന്റെ കയ്യിലായുള്ള അവിടെ പിടിയും മുറുകി. അവൻ വെള്ളത്തിൽ നിന്ന് അവൾ ഒറ്റക്കൈയാൽ അനായാസം തൂക്കി പകുതിയിൽ ഉയർത്തി നിർത്തി. അരയ്ക്ക് താഴെ വെള്ളത്തിലാണ് അവൾ. അവളുടെ വൈറ്റുകൾ ടീഷർട്ട് നനഞ്ഞൊട്ടി ദേഹത്തേക്ക് പറ്റിച്ചേർന്ന് കിടന്നു. അതിൻ്റെ ഉള്ളിൽ കൂടി ഇന്നറും മറയില്ലാത്ത വെളുത്ത ശരീരഭാഗങ്ങളും കൂടുതൽ തെളിഞ്ഞ് കാണപ്പെട്ടു. ടീഷർട്ട് ഒന്ന് ഉയർന്ന മുകളിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. വെളുത്ത നഗ്നമായ അവളുടെ വയറും ഒതുങ്ങിയ അരക്കെട്ടും ആഴത്തിലുള്ള പുക്കിൾ ചുഴിയും ആദ്യമായി അവന്റെ കണ്ണിലുടക്കി. ജാന്റെ കണ്ണുകൾ ഒരു വേള അവളുടെ ശരീരത്തിലൂടെ ഒഴുകി നടന്നു. പെട്ടെന്ന് കണ്ണിലുടക്കിയ ആ കാഴ്ചയുടെ ഞെട്ടലിൽ അവന്റെ കൈയൊന്ന് അഴിഞ്ഞുപോയി. പിടിവിട്ട നീലാംബരി പൂളിൽ വീണ് ഒരിക്കൽ കൂടി മുങ്ങി നിവർന്നു. അവൾ ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് അവനെ തുറിച്ചു നോക്കി. എന്നോട് പകരം വീട്ടുവാണോ സാർ? സാർ എന്നെ കൊല്ലുവോ? കിതച്ചുകൊണ്ട് അവൾ അവനെ നോക്കി ചോദിച്ചു. നിന്നെപ്പോലെ പോത്തുപോലെ വളർന്ന ആരും പൂളിൽ വീണതുവരെ മരിച്ചിട്ടില്ല. മഴ നനഞ്ഞു കുതിർന്ന മുടിയിരി കയ്യാലെ പുറകിലേക്ക് മാടിയൊതുക്കി അവൾക്ക് നേരെ വീണ്ടും കൈ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. പൂളിൽ വീണ് ചാവില്ല, പക്ഷേ ഇടിമിന്നലേറ്റ് ചാവും. ഞാൻ വളർന്നതാണ് സാറിന്റെ ഇപ്പോഴത്തെ പ്രശ്നം? കിതച്ചുകൊണ്ട് നിഷ്കളങ്കമായി ചോദിക്കുന്നവൾ. ഒപ്പം അവൻ നീട്ടിയ കയ്യിൽ ഒരിക്കൽ കൂടി അവൾ പിടിച്ചു. മുകളിലേക്ക് പകുതി വരെ ഒരിക്കൽ കൂടി ഉയർത്തിക്കൊണ്ട് അവളെ അവനൊന്ന് നോക്കി. എനിക്കെന്ത് പ്രശ്നം? ഞാൻ കണ്ട കാര്യം പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. അവനൊരു കള്ളച്ചിരിയോടെ പറയുമ്പോൾ അവളുടെ കണ്ണുകളൊന്ന് കൂർത്തു. കണ്ട കാര്യോ? സ്വയം ചോദിച്ചുകൊണ്ട് അവൾ സംശയത്തോടെ കുനിഞ്ഞ് സ്വന്തം ശരീരത്തിലേക്ക് നോക്കി. അയ്യേ, അടിപൊളി. ഇനി കാണാൻ വല്ലതും ബാക്കിയുണ്ടോന്ന് അറിയില്ല. ഇന്നർ ഉൾപ്പെടെ എല്ലാം കാണാം. വെളുത്ത വയറും അതിനു മുകളിലെ മുറിവിൽ ഒട്ടിച്ചിരിക്കുന്ന വലിയ ബാൻഡേജ് വരെ കാണാം. ജാന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന അവളുടെ കൈ പുറകിലേക്ക് ആഞ്ഞു വിളിച്ചുകൊണ്ട് അവൾ പൂളിലേക്ക് തന്നെ തിരികെ ചാടി. ഒട്ടും പ്രതീക്ഷിക്കാത്ത വലിയായതുകൊണ്ട് തന്നെ അവനും പൂളിലേക്ക് അവളുടെ ഒപ്പം മറിഞ്ഞു വീണു. ആദ്യം ഉയർന്നു പൊങ്ങിയ നില നോക്കുമ്പോൾ ജാനെ കാണുന്നില്ല. അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ പേടിയോടെ ചുറ്റും നോക്കി. ആരെയും കാണുന്നില്ല. ജാൻ സർ, എനിക്ക് പേടിയാവുന്നു. കിരണേട്ടാ,
കാവ്യ! അവൾ മുകളിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു. മഴയുടെ ശബ്ദത്തിൽ അവളുടെ സ്വരം നേർത്തുപോയി. നില ആകെ വിറക്കുകയായിരുന്നു. ദുഷ്ടൻ! അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞു നേരുതി എന്നോട് പ്രതികാരം ചെയ്യാൻ വന്നേക്കുവാ. ഇനി എന്നെ മുമ്പിൽ വരട്ടെ, ഞാൻ ഒരിക്കലും മിണ്ടില്ല. അവൾ വെള്ളത്തിലൂടെ സ്റ്റെപ്പ് ലക്ഷ്യമാക്കി മെല്ലെ നടന്നു. സൈഡിലുള്ള പിടിവിടാതെ നടക്കുന്നുണ്ടിൽ പെട്ടെന്നൊരു ഇടികൂടി വെട്ടി. അറിയാതെ കൈയെടുത്ത് അവൾ ചെവി പൊത്തിപ്പിടിച്ച് കുനിഞ്ഞു പോയി. നിലയുറക്കാതെ വെള്ളത്തിൽ കമിഴ്ന്നു പോയ അവളെ പെട്ടെന്ന് ആരോ ചുറ്റിപ്പിടിച്ച് വെള്ളത്തിലേക്ക് മുങ്ങി. തിരികെ പൊങ്ങി ഉയർന്നു വരുമ്പോൾ തന്നെ തോളിൽ പിടിച്ചിന്ന് കിതക്കുന്നവനെ ഒരു ഞെട്ടിലോടെ കിതച്ചുകൊണ്ട് അവളും നോക്കി. ഇത്രയും സമയം വെള്ളത്തിൽ ശ്വാസം പിടിച്ച് മുങ്ങിക്കിടന്നതിന്റെ കിതപ്പാണ് അവനിൽ. ചെറിയൊരു പരിഭവത്തിൽ തന്നെ നോക്കുന്നവളെ ചെറുപുഞ്ചിരിയോടെ അവൻ നോക്കി. അവളൊരു സപ്പോർട്ടിനായി തന്റെ സ്ലീവ്ലെസ് ബനിൽ ചുറ്റിപ്പിടിച്ച് നിന്നു. നില, എന്താ നീ ഇപ്പൊ പറഞ്ഞു? അപ്പോഴത്തെ ദേഷ്യത്തിനാണ് നില അങ്ങനെ പറഞ്ഞെന്നോ? അവളുടെ തോളിൽ നിന്നും കൈയെടുത്ത് മുന്നിലേക്ക് വീണിടക്കുന്ന അവന്റെ മുടി കൈകൊണ്ട് മുകളിലേക്കും മാടി ഒതുക്കി. വലത് കൈയാൽ താടിയിലേക്കും മീശയിലേക്കും വെള്ളം അമർത്തി തുടച്ചുകൊണ്ട് കിതപ്പോടെ അവൻ ചോദിച്ചു. ഞാൻ ചുമ്മാ പറഞ്ഞ നമുക്കിവിടുന്ന് മുകളിലേക്ക് കയറാം സർ, പ്ലീസ്. അവൾ വല്ലാത്ത വെപ്രാളത്തോടെ പറഞ്ഞു. ഓ, പറയാൻ വയ്യെങ്കിൽ തനിയെ തുഴഞ്ഞ് മുകളിലേക്ക് വന്നോ, അല്ലെങ്കിൽ ഞാൻ പോയി ആളെ കൂട്ടി വരാം. തനിക്ക് ആരും കാണാൻ ഞാൻ തൊടുന്നും പിടിക്കുന്നതാണല്ലോ പ്രശ്നം. അല്ലെങ്കിൽ വേണ്ട, താൻ ഇവിടെ തന്നെ കിടന്നു, അതാ നല്ല, ഞാൻ പോവാ. പെട്ടെന്ന് വന്ന മിന്നലിടിയിൽ അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. എന്നെ ഒറ്റക്കാക്കി പോകല്ലേ സർ, എനിക്ക് പേടിയാവുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ മുഴുവൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ഒന്നും മനസ്സിൽ വെച്ചിട്ടില്ല. തന്നെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കണ്ണുകൾ മുറുക്കി അടച്ച് വിറച്ചുകൊണ്ട് പറയുകയാണ് അവൾ. മനസ്സിൽ വെക്കാഞ്ഞിട്ടാണോ പഴയ കാര്യങ്ങൾ ഉൾപ്പെടെ താൻ വിളിച്ചു പറഞ്ഞ്? സർ പ്ലീസ്, നമുക്ക് ഇവിടുന്ന് പോവാം. ഓരോ മിന്നലിലും പേടിയോടെ തന്നോട് കൂടുതൽ കൂടുതൽ ഒട്ടിച്ചേരുന്നവൾ. തന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ച് നിൽക്കുന്നവളെ അവനും വരിഞ്ഞു മുറുക്കി. ഇടത് കൈ അവളുടെ തലക്ക് മുകളിൽ ചേർത്തു പിടിച്ച് വലത് കൈ കൊണ്ട് അവളുടെ ഇടുപ്പിലായി ചുറ്റി അവന്റെ ദേഹത്തോട് ചേർത്തമർത്തി അവൻ മെല്ലെ നടന്നു. അവർ പൂളിൽ നിന്ന് മുകളിലേക്ക് കയറിയതും ഗാർഡനിലേക്ക് നടന്ന് അവിടെ ഇട്ടിരുന്ന സ്വിംഗ് ചെയറിലേക്ക് ഇരുന്നൊന്നും അവൾ അറിഞ്ഞില്ല എന്ന് വേണം പറയാൻ. ജാൻ അപ്പോഴും നില ചുറ്റിപ്പിടിച്ചിരുന്നു. അല്പം കഴിഞ്ഞ് അവളിൽ നിന്ന് അനക്കൊന്നില്ലെന്നറിഞ്ഞപ്പോൾ അവനൊന്ന് കുനിഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുന്നവളെ ഒന്ന് നോക്കി. നില, അവൻ ആർദ്രമായി വിളിച്ചു. അവളൊന്ന് മൂളി. എന്തിനാ താനും നിന്നോട് സോറി പറഞ്ഞു? ജാൻ ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടിയില്ല. അവളുടെ മനസ്സും ബുദ്ധിയും തമ്മിൽ അപ്പോഴും വഴക്കിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആരുടെ നെഞ്ചിൽ നീ തലയായി ചിരിക്കുന്നതെന്ന് നിനക്കറിയാമോ നീലാംബരി എന്ന് ബുദ്ധി ചോദിക്കുമ്പോൾ നിലയുടെ മനസ്സാ ചോദ്യം പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞു. നിനക്ക് എന്തായെന്ന ഭാവത്തിൽ. നിന്റെ ആരാണവൻ എന്ന് വീണ്ടും ബുദ്ധി അവളോട് ചോദിച്ചു. അറിയില്ല. നിലയുടെ മനസ്സ് മറുപടി നൽകി. നിന്റെ ആരാവൻ? അവളോട് തന്നെ ചോദിച്ച ചോദ്യം ജാൻ അവളോട് ചോദിച്ചു. ഒരു ഞെട്ടിലോടെ അവൾ മുഖമുയർത്തി അവനെ നോക്കി. പറഞ്ഞില്ല, മുകുന്ദൻ നിനക്കാരാ? ഒരു പിടപ്പോടെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വന്നവൾ അവനിൽ നിന്നും പെട്ടെന്ന് തന്നെ അടർന്നു മാറി. ഒട്ടും വൈകാതെ തന്നെ ഒരിക്കൽ കൂടി അവളെ അവൻ വലിച്ച് നെഞ്ചോടടുപ്പിച്ചുകൊണ്ട് ബലിഷ്ടമാർന്ന അവന്റെ കൈകൾക്കുള്ളിൽ വരിഞ്ഞു മുറുക്കി. ഈ ഒറ്റ ചോദ്യത്തിന് മറുപടി വരാൻ അകൽച്ചയുടെ ആവശ്യമില്ലെന്ന് പറയാതെ പറയും പോലെ പിടപ്പോടെ തുറിച്ചു നോക്കുന്നവളുടെ മുഖത്തേക്ക് അവൻ മുഖമടുപ്പിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. പറ, എനിക്കറിയണം. നിനക്ക് അവനെ ഇഷ്ടമാണോ? അവന്റെ കരവലയത്തിനുള്ളിൽ കിടന്ന് അവളൊന്ന് കുതിരി നോക്കി. കുതിരും തോറും ഇരു ശരീരങ്ങൾ കൂടുതൽ ചേർന്ന് അമരും പോലെ അവൾക്ക് തോന്നി. നിലവല്ലാതെ കിതച്ചു. ആദ്യമായി അറിയുന്ന പുരുഷ സ്പർശം അത് ജാനിൽ നിന്നുമാണ്. ആദ്യം കണ്ടത് മുതലുള്ള ഓരോ നിമിഷം അവളുടെ ഓർമ്മയിലേക്ക് കടന്നു വന്നു. ഒരു തരിപ്പടി വയറ്റിൽ നിന്ന് ആളിക്കയറുന്ന അവൾ തിരിച്ചറിഞ്ഞു. അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നില്ലായിരുന്നില്ല അവളുടെ തിരക്ക്. മറിച്ച് തന്റെ ശരീരത്തിൽ അമർന്നിരിക്കുന്ന അവന്റെ ദേഹം അവൾ തിരിച്ചറിയുകയായിരുന്നു. ചോദിച്ച ചോദ്യത്തേക്കാൾ പൊള്ളുന്ന ശരീരം, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മറ്റെന്തോ തന്നിൽ ഉടലെടുക്കുന്ന പോലെ, കത്തിക്കയറുന്ന പോലെ. പക്ഷെ ജാൻ അവളിൽ നിന്ന് ഒരുപാട് കേൾക്കണമായിരുന്നു. അവന് പറയാനുള്ളത് അവളെ കേൾപ്പിക്കണമായിരുന്നു. ഒപ്പം നിനക്ക് ഞാനുണ്ടെന്നുള്ളത് അത്രമേൽ ശക്തിയോടെ അറിയിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കാറ്റുപോലും കടക്കാത്ത വിധത്തിൽ അവൻ അവളെ ചുറ്റി വരിഞ്ഞത്. കണ്ണുകളടച്ച് വീണ്ടും നെഞ്ചിൽ ചായുന്നവളെ അവൻ വിശ്വസിക്കാനാവാതെ നോക്കിപ്പോയി. അവൾ തന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നു, തന്റെ ചേർത്ത് പിടിക്കൽ കൊതിക്കുന്നു, തന്റെ നെഞ്ചിൽ ആശ്വാസം കണ്ടെത്തുന്നു. ഉള്ളിന്റെ ഉള്ളിൽ വിജയിക്കപ്പെട്ടവന്റെ ഭാവം തറഞ്ഞ നിമിഷം അവന്റെ മനസ്സത് പറയാൻ വെമ്പൽ കൊണ്ടു. അവളുടെ കാതോരം അത്രമേൽ ആർദ്രമായി അവൻ പറഞ്ഞു. നില, ഞാൻ നിന്നെ പ്രണയിക്കുന്നു പെണ്ണെ. ഐ ലവ് യു നില. പറഞ്ഞ വാക്കുകളിൽ പോലും ഉണ്ടായ അകലം വേണ്ടിയിരുന്നില്ലെന്ന് അവന് തോന്നി. കാതുകളിൽ പതിഞ്ഞ അവന്റെ ശ്വാസം പോലെയുള്ള വാക്കുകൾ അവളെ കോരി തരിപ്പിച്ചു. ഷോൾഡറിൽ ചെവി ചേർത്തൊന്ന് പിടിച്ച് അവൾ അവനൊരിക്കൽ കൂടി അവനോട് ചേർത്തമർത്തി. അവളിൽ ഉടലെടുക്കുന്ന മാറ്റങ്ങൾ ഒരു ചിരിയോടെ ജാൻ തിരിച്ചറിഞ്ഞു. നനവാർന്ന അവളുടെ ശരീരത്തിന്റെ വിറയിലും ചെറു ചൂടും അവനിൽ പടർന്നു കയറി. അവന്റെ രക്തത്തിന് ചൂട് പിടിക്കും പോലെ ജാന് തോന്നി. വീണ്ടും അവളോട് തന്റെ ഹൃദയം തുറന്നു കാട്ടാൻ വെമ്പൽ കൊണ്ടു.
കാതുകളിൽ കേട്ട വാക്കുകളിൽ അത്രമേൽ അടിമപ്പെട്ടു പോയിരിക്കുന്നവൾ ആദ്യമായി കേട്ട പ്രണയം, പലപ്പോഴായി ഉള്ളിൽ തോന്നിയ സംശയം അത് മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. ഇത്രയും നാൾ മരിച്ചു ജീവിച്ചിട്ടും ഒരിക്കൽ പോലും അനുഭവിച്ചറിയാത്ത കരുതൽ നിറഞ്ഞ വാക്കുകൾ, ഏതൊരു സ്ത്രീയും ഒരു പുരുഷനിൽ നിന്നും കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകൾ. ഒരുപക്ഷെ തൻ്റെ തോന്നലാവുമോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീലാംബരിയെ സ്നേഹിക്കാൻ ഒരുവനുണ്ടെന്നും. അതെങ്ങനെ ശരിയാവും? നീലാംബരി എന്ന പെൺകുട്ടിയുടെ വിധി നേരത്തെ എഴുതപ്പെട്ടതാണല്ലോ. അവിടെ മറ്റൊരാളെങ്ങനെ? മനസ്സ് വല്ലാതെ ആർത്തലയ്ക്കുന്നു. അവൾ മുഖമുയർത്തി അവനെ നോക്കി. നേരെയൊന്നും കാണാൻ കൂടി കഴിയാത്ത അത്രയും അടുത്താണ് അവൻ്റെ മുഖം. പുറകിലേക്കൊന്ന് ചായഞ്ഞുകൊണ്ട് കേട്ട വാക്കുകൾ വിശ്വസിക്കാനാവാതെ അവൾ അവനെ നോക്കി. പറ, നിനക്കെന്നെ ഇഷ്ടമാണോ? കാത്തിരിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.